ഹായ് ഗൈസ്, ഈ ആഴ്ച റിലീസായ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയുടെ റിവ്യൂവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതെ, കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1. ഈ സിനിമ ഞാൻ കണ്ടിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ കിളി പോയി. കാരണം ഇത്രയും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. നമുക്കുണ്ടായ കളങ്കത്തിന് കാന്താരയിലുള്ളവരുടെ രക്തം കൊണ്ട് പകരം ചോദിച്ചിരിക്കും. നിങ്ങൾ കാന്താര ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ റിവ്യൂ മിസ് ചെയ്യരുത്. എന്ത് മാജിക്കാണ് ഋഷഭ് ഷെട്ടി ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. പിന്നൊരു കാര്യം കൂടെ, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ റിവ്യൂ കേട്ടാൽ മതി. ഇത് ഇവിടെ തന്നെ കിടക്കും. സംസാരിക്കുന്നതിൽ വല്ല സിനിമയുടെ സ്പോയിലർ കാര്യങ്ങളൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. റിവ്യൂ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ സിനിമയൊക്കെ കണ്ടതിന് ശേഷം വന്ന് കണ്ടാൽ മതിയെന്നേ. കാന്താര ഈ സിനിമയുടെ മാജിക് ഡോൾബി അറ്റ്മോസ് 4K സ്ക്രീനിൽ കാണാനായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത് ആലക്കോട് ഫിലിം സിറ്റിയിലാണ്. ബോക്സ് ഓഫീസിൽ ടിക്കറ്റ് കൺഫേം ചെയ്തിട്ട് ഞാൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു ആകാംക്ഷയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. ഇന്നത്തെ എൻ്റെ അനുഭവം വെറുമൊരു സിനിമ കാണുന്നതിലല്ല, മറിച്ച് കാന്താരയുടെ ദൃശ്യ ശബ്ദ ലോകത്തേക്ക് ഒരു യാത്രയാണ്. നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ ഡോൾബി അറ്റ്മോസ് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു സീറ്റ് തന്നെയാണ് ഞാൻ ഇന്ന് ബുക്ക് ചെയ്തത്. ആയിരക്കണക്കിന് വർഷം മുമ്പെയുള്ള ഈ സ്ഥലത്തിന്റെ ദിവ്യനാമം എന്താണ് ചാപ്റ്റർ 1? ചുരുക്കത്തിൽ ഇത് ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയല്ല, മറിച്ച് ഫ്രീക്വൽ ആണ്. ദ ഫ്രീക്വൽ സ്റ്റോറി. അതായത് നമ്മൾ കാന്താരയിൽ കണ്ട ഐതിഹ്യങ്ങളുടെയും ആചാരങ്ങളുടെയും തുടക്കം എങ്ങനെയായിരുന്നു എന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. പഞ്ചുരുളി ദൈവത്തിന്റെ വരവ്, രാജാവും ആദിവാസി സമൂഹവും തമ്മിലുള്ള ബന്ധം, ശിവയുടെ പൂർവികർ, ഇതൊക്കെ വളരെ തീവ്രമായ രീതിയിൽ ഋഷഭ് ഷെട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ഭാഗത്തേക്കാൾ കുറച്ചുകൂടി മിത്തും ചരിത്രവും ഈ സിനിമയിലുണ്ട്. ഋഷഭ് ഷെട്ടി നടൻ വേഴ്സസ് ഡയറക്ടർ. വൗ, വാട്ട് എ മാൻ! അടിപൊളിയായിരുന്നു. ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ തന്നെ സിനിമയിൽ വലിയ തലവേദന പിടിച്ചൊരു ജോലിയാണ്. അതിൽ അഭിനയിക്കുകയും കൂടെ ചെയ്യുക, അതും മുമ്പ് ഭംഗിയാക്കി ചെയ്തു വെച്ച ഒരു കഥാപാത്രത്തിനെ അതേ സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ അടിപൊളിയായിട്ട് വീണ്ടും അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാനപ്പെട്ട നടന്മാരെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഇതില് അദ്ദേഹം അടിപൊളിയാക്കി. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഋഷഭ് ഷെട്ടി ഒരു രക്ഷയുമില്ല. ഓരോ ഫ്രെയിമും വിസ്മയം ആണ്. സിനിമയ്ക്ക് നൽകിയിട്ടുള്ള ആഴവും ഭക്തിയും നമ്മളെ ആ സീനുകളിലേക്ക് പിടിച്ചിരുത്തും. അദ്ദേഹം ഒരു ഫാഷനേറ്റ് ഫിലിം മേക്കറാണ്. നടനായിട്ട് അദ്ദേഹത്തിന്റെ രൂപമാറ്റം കണ്ടാൽ ഞെട്ടും. അടിപൊളി പ്രകടനം. ആദ്യ ഭാഗത്തിലെ ശിവയേക്കാൾ കരുത്തും തീവ്രതയുമുള്ള കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആക്ഷൻ സീനുകളും വൈകാരിക രംഗങ്ങളും കിടിലം. അരവിന്ദ് എസ് കേശവിന്റെ ക്യാമറ വർക്ക് ഈ സിനിമയെ വേറെ ലെവലിലെത്തിച്ച്. കാടിന്റെ ഭംഗി, ഇരുട്ടിന്റെ ഭയം, ഭൂതക്കോലത്തിന്റെ തീവ്രത എല്ലാം ബ്രഹ്മാണ്ഡ സ്കെയിലാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ സീനിന്റെയും കളർ ഗ്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളർ ഗ്രേഡിംഗ്. അജിനീഷ് ലോകനാഥിന്റെ BGM ഒരു രക്ഷയില്ലായിരുന്നു. പ്രത്യേകിച്ച് ആലക്കോട് ഫിലിം സിറ്റിയുടെ സൂര്യ ഡോൾബി അറ്റ്മോസ്ഫിയർ അതിങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ നട്ടലിനകത്തോടെ ഒരു തരിപ്പ് ഇങ്ങനെ കയറി അങ്ങ് പോകും. അഞ്ചാതി ലെവലായിരുന്നു അത്. ക്ലൈമാക്സിലെ ആ എനർജി തിയേറ്റർ വിട്ട് വന്നാലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവും. ക്ലൈമാക്സ് ഗംഭീരം. അത് കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുക്കാം. ഋഷഭ് ഷെട്ടി ഇങ്ങനെ തകർത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജയറാമിന്റെ ഒരു എൻട്രി കണ്ട് മക്കളെ അത് ലെവലായിരുന്നു അറിയാതെ. കർണാടകത്തിലും തെലുങ്കിലൊക്കെ പോയിട്ട് ഇതുപോലൊരു നല്ലൊരു കഥാപാത്രം കിട്ടി അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് ജയറാം കലക്കി. അതുപോലെ തന്നെ ഈ സിനിമയിലെ നായിക നടിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ ഒരു പ്രകടനമുണ്ട്. നടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അടിപൊളിയായിരുന്നു. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. CGI VFX ഒക്കെ ഒരു രക്ഷയില്ലാത്ത ലെവലായിരുന്നു. ആദ്യ ഭാഗത്തേക്കാൾ വലിയ ക്യാൻവാസിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യ പകുതി ചിലർക്കൊക്കെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്തേക്കാം. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട് സിനിമ. ചില ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. എന്റെ അഭിപ്രായത്തിൽ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങൾ ഒരു ദൈവിക ദൃശ്യാനുഭവം ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
റിവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.